മുറ്റത്ത് പുല്ല് വരാതിരിക്കാൻ ഇട്ടിട്ടുള്ള മെറ്റലിലും കൂർക്ക നന്നായിട്ടുണ്ടാവും. ഈ കൂർക്ക ഇവിടെ എങ്ങനെയാണ് വന്നത് എന്ന് എനിക്കറിയില്ല. ഈ മുറ്റം കുറച്ച് താഴ്ന്നിട്ടായിരുന്നു. അപ്പൊ അതൊന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് മണ്ണ് കൊടുന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മണ്ണില് കൂർക്കയുടെ വിത്ത എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കും. അത് മുളച്ചിട്ടാണ് ഇന്ന് ഒരുപാട് ഈ മുറ്റത്ത് ഈ മെറ്റലില് കൂർക്ക ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഈ നിക്കണതൊക്കെ മെറ്റലിലാണ് കൂർക്ക. മുറ്റത്ത് ഫുള്ള് പുല്ല് വന്നപ്പോ മെറ്റലിട്ട് ഫുള്ള് ഏകദേശം ഒരു 2-4 ഇഞ്ച് കനത്തില് മെറ്റലിട്ട്. പിന്നീട് മഴക്കാലം വന്നപ്പോ കുറച്ച് കൂർക്ക ഇങ്ങനെ മുളച്ചു പൊന്തി. അത് കുറച്ച്. അത് കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം മഴ സമയം തുടങ്ങിയപ്പോഴാണ് കൂടുതൽ സ്ഥലത്ത് ഇത് ഉണ്ടായത് കൂർക്ക. ആദ്യം കുറച്ച് സ്ഥലത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് ഏകദേശം ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോ ഏകദേശം ഇപ്പോ കുറെ സ്ഥലത്തേക്ക് ഈ കൂർക്ക ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇനി അടുത്ത കൊല്ലാകുമ്പോഴത്തേനും ഇതിലും കൂടുതൽ സ്ഥലത്തേക്കാവും. ഈ കൊല്ലം ഇപ്പൊ പറിച്ചു നോക്കിയാലേ അറിയുള്ളൂ എത്ര കൂർക്ക ഉണ്ട് എന്നുള്ളത്. ഈ കാണുന്നതൊക്കെ കൂർക്കയാണ്. കണ്ട ഇത്രയധികം കൂർക്ക ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു പ്രശ്നമുള്ളത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കുഴിച്ചിടുന്ന പോലെ ആ ഒരു നല്ല ഉരുണ്ട ഷേപ്പൊന്നും ഈ കൂർക്കക്ക് ഇല്ല. ഇത് വഴുതനങ്ങയാണ്. അതും മെറ്റലില് വളരെ നന്നായി ഉണ്ടാവും. പക്ഷെ നന്നായി നനച്ചു കൊടുക്കണം. ഇത് ഏകദേശം 1 കൊല്ലം ആയിട്ടുള്ളൊരു തൈയാ. ഈ തൈന്റെ മേലെ ഏകദേശം ഒരു 10-15 കിലോ വഴുതനങ്ങ പൊട്ടിച്ചു ഇതിന്റെ മേലെന്ന്. അതുപോലെ ഈ നിൽക്കുന്നത് ഉള്ളി ചീരയാണ്. ഇതൊക്കെ മെറ്റലിലാണ് നിൽക്കുന്നത്. ഇതൊന്നും കുഴിച്ചിട്ടിട്ടുള്ളതല്ല.